പോകുന്നത് ഫേറ്റ് ഓഫ് RBC ആണ്. RBC എങ്ങനെ ഡിസ്ട്രോയ് ആവുന്നു? അതിന് 120 ഡേയ്സിന്റെ ഒരു കാലാവധി ഉണ്ട്. അത് കഴിയുമ്പോൾ അത് എങ്ങനെ ഡിസ്ട്രോയ് ആവുന്നു? ദാറ്റ്സ് വാട്ട് ഇൻ ദിസ് വീഡിയോ. സോ നമ്മുടെ RBC ഡിസ്ട്രോയ് ആവണമെന്നുണ്ടെങ്കിൽ അവന് സ്പ്ലീനിൽ ചെല്ലണം. സോ സ്പ്ലീനിൽ വെച്ചിട്ടായിരിക്കും അവൻ ഡിസ്ട്രോയ് ആവുന്നത്. സോ സ്പ്ലീനിനെ നമ്മൾ പറയും ഗ്രേവ് യാർഡ് ഓഫ് RBC എന്നൊക്കെ. ഓക്കെ, സോ നമ്മുടെ RBC സ്പ്ലീനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറെ മാക്രോഫേജസ് ഉണ്ട് ഇവനെ എടുത്ത് വിഴുങ്ങാനായിട്ട്. സോ അവിടുത്തെ മാക്രോഫേജസ് RBCനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ RBCന്റെ അകത്ത് ഹീമോഗ്ലോബിൻ ഉണ്ട്, അതിനെ ആദ്യം പുറത്ത് ചാടിക്കും. ഹീമോഗ്ലോബിൻ ഹീം പോർഷനും ഉണ്ടാവും. ഹീമിനകത്തുള്ളത് അയൺ പോർഷനും ബിലിവേർഡിൻ പോർഷനും ആണ്. ഒരു ഹീം നമ്മൾ രണ്ടാക്കി മുറിച്ചാൽ ഒരു പോർഷനകത്ത് അയൺ ആയിരിക്കും ഇരിക്കുന്നത്, മറ്റേ പോർഷനിൽ ബിലിവെർഡിൻ ആയിരിക്കും ഇരിക്കുന്നത്. ബിലിവെർഡിൻ. ഓക്കെ, സോ അത് രണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹീമിനെ മുറിച്ച് അത് രണ്ടും പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്ന അയണ് നേരെ ലിവറിലെത്തണം. ബിലിവെർഡിൻ ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാലാണ് ലിവറിൽ പോകുള്ളൂ. ബിലിവെർഡിൻ ബിലിറൂബിൻ ആവണം. സോ ബിലിവെർഡിൻ ബിലിറൂബിൻ ആവും. Fe3ക്ക് ഇനി മറ്റ് ചേഞ്ചസ് ഒന്നും വരാനില്ല. സോ അവൻ നേരെ ലിവറിലോട്ട് പോവുകയാണ് ചെയ്യണത്. ഓക്കെ, സോ നമ്മുടെ അയണ് നേരെ ലിവറിലോട്ട് ഓടി ചെല്ലാൻ പറ്റത്തില്ല. സോ നമ്മൾക്കാണെങ്കിൽ ഒരു സ്ഥലം വരെ പോകാനുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ വിളിച്ചിട്ടാ പോകുന്നത്. സെയിം വേ ദ അയൺ ഒരു ട്രാൻസ്ഫറിൻ എന്ന് പറഞ്ഞൊരു വണ്ടി കയറിയിട്ടാണ് ലിവറിൽ എത്തണത്. അങ്ങനെ Fe3 ട്രാൻസ്ഫറിൻ വണ്ടിയുടെ പുറത്ത് കയറി, ഒരു ബുള്ളറ്റോ എന്തെങ്കിലും ആവട്ടെ അതിന്റെ പുറത്ത് കയറി നമ്മുടെ ലിവറിൽ എത്തും. ലിവറിൽ അത് Fe3 ഫോമിലായിരിക്കില്ല ഇരിക്കുന്നത്, ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഫെറിറ്റിൻ ഫോമിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ബിലിറൂബിൻ അങ്ങനെ പ്രത്യേകിച്ച് വണ്ടിയുടെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ലിവറിലോട്ട് എത്തിക്കോളും. അങ്ങനെ ബിലിറൂബിൻ ഡയറക്റ്റ് ആയിട്ട് എത്തി ആൻഡ് അയൺ ഇൻ ദ ഫോം ഓഫ് ഫെറിറ്റിനിൽ ലിവറിൽ ഇരിക്കുകയാണ്. ഇനി ഈ ഫെറിറ്റിനായിട്ട് ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ആ ഒരു RBC ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ ബിലിറൂബിനും ഫോം ചെയ്തു, അയണും ഫോം ചെയ്തു. ബിലിറൂബിൻ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഫീക്കസി കൂടെ കളയാൻ പോവാണ്. പക്ഷേ നമുക്ക് അയണെ കളയാൻ പറ്റില്ല, കാരണം നമുക്ക് അയൺ മുഴുവനും കളഞ്ഞാൽ നമുക്ക് വേറെ നമ്മൾ ഒരു ഇരുമ്പൊന്നും നമ്മൾ കഴിക്കാറില്ല ഇങ്ങനെ അയൺ കിട്ടാനായിട്ട്. സോ ആ അയണിനെ നമുക്ക് ആവശ്യമുണ്ട്. സോ അയൺ ഇനി അടുത്ത RBC ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ അയണിനെ ആവശ്യമുണ്ട്. ആ അയൺ ഇപ്പൊ ലിവറിൽ ഫെറിറ്റിൻ എന്ന രീതിയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ ഈ ഫെറിറ്റിൻ വീണ്ടും അയൺ ആയിട്ട് മാറും, Fe3 ആയിട്ട് മാറും. ഓക്കെ, സോ ആവശ്യമില്ലാത്ത സമയത്ത് എപ്പോഴും RBC ഫോം ചെയ്യുന്നില്ല. ഈ RBC ഫോം ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിലാണ് നമ്മുടെ RBC ഫോം ആവുള്ളൂ. ആ ടൈമിൽ ഈ ഫെറിറ്റിൻ ലിവറിൽ നിന്ന് നേരെ ബോൺ മാരോയിലോട്ട് എത്തും. ബിക്കോസ് ബോൺ മാരോയിലാണല്ലോ നമ്മുടെ RBC ഫോർമേഷൻ നടക്കുന്നത്. ഇനി നമ്മുടെ കണ്ടീഷൻ, നമുക്ക് RBC കുറയുന്ന ഒരു കണ്ടീഷൻ വന്നു, ഒരു ഹൈപ്പോക്സിയ കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ട് RBCകൾ കുറഞ്ഞു, RBCയുടെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ കണ്ടീഷനിൽ RBC കുറയുന്ന ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിലും, ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ലിവറിൽ നിന്നും കിഡ്നിയിൽ നിന്നും എരിത്രോപോയറ്റിൻ റിലീസ് ആവും. ഇവർ രണ്ടുപേരാണ് എരിത്രോപോയറ്റിൻ ഫോം ചെയ്യുന്ന രണ്ട് സോഴ്സ്, ലിവറും കിഡ്നിയാണ്. അങ്ങനെ എരിത്രോപോയറ്റിന് അങ്ങനെ മനസ്സിലാകും നമ്മുടെ ബോഡിയിൽ RBC കുറഞ്ഞു, നേരെ ബോൺ മാരോ ചെല്ലണം എന്ന് മനസ്സിലാകും. അങ്ങനെ ബോൺ മാരോയിലെ എരിത്രോയിഡ് പ്രൊജനേറ്റർ സെല്ലുണ്ട്, ആ സെല്ലുമായിട്ട് പോയി എരിത്രോപോയറ്റിൻ ഇരിക്കും. എരിത്രോപോയറ്റിൻ എത്തിക്കഴിഞ്ഞാൽ ഇനി ഇവിടെ ആവശ്യം ഒരു ഗ്ലോബുലിൻ വേണം. ഒരു ഗ്ലോബുലിൻ വേണം, അതുപോലെ ഒരു അയൺ വേണം. ഈ രണ്ട് സാധനങ്ങളൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഹീമും ഗ്ലോബിനും ചേർന്ന് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ഹീമോഗ്ലോബിനും അങ്ങനെ അവിടെ RBC ഫോർമേഷൻ നടക്കും. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എരിത്രോപോയസിസ്. അപ്പൊ നമ്മുടെ നേരത്തെ അവിടെ ഫോം ആയ ഫെറിറ്റിൻ എങ്ങനെ ഹീമോഗ്ലോബിനിലോട്ട് നമ്മുടെ നേരത്തെ ഫോം ആയ ഫെറിറ്റിൻ എങ്ങനെ നമ്മുടെ ബോൺ മാരോയിൽ വരുന്നു എന്ന് നോക്കാം. സോ ഇവരെല്ലാം കൂടെ എത്തിക്കഴിയുമ്പോൾ RBC ഫോർമേഷൻ നടക്കും. സോ നമ്മുടെ ഫെറിറ്റിൻ ട്രാൻസ്ഫറിൻ എന്ന വണ്ടിയിൽ പിന്നെയും കയറും, കാരണം അവനും ഇവിടെ അയൺ എങ്ങോട്ട് പോകണമെങ്കിലും ഒരു വണ്ടി വേണം, അത് നിർബന്ധമാണ്. അങ്ങനെ ഫെറിറ്റിൻ വീണ്ടും ട്രാൻസ്ഫറിൻ വണ്ടി കയറി നേരെ ബോൺ മാരോയിലോട്ട് എത്തും. ബോൺ മാരോയിൽ വെച്ചിട്ട് അവൻ Fe3 ഫോമിലായിട്ട് ഇരിക്കുന്നത്. ഇനി അങ്ങോട്ടേക്ക് വേറൊരാൾ വരും, ഗ്ലോബുലിൻ. അപ്പൊ അയണും ഗ്ലോബുലിനും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് കിട്ടി? ഹീമും കിട്ടി, ഗ്ലോബുലിനും കിട്ടി, നേരെ ഹീമോഗ്ലോബുലിൻ കിട്ടി. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് വേറൊരു ഫാക്ടർ വരും, എരിത്രോപോയറ്റിൻ ആൻഡ് വൈറ്റമിൻ B12. എരിത്രോപോയറ്റിൻ വന്നു കഴിഞ്ഞാൽ നേരെ എരിത്രോപോയസിസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങും. എരിത്രോപോയസിസ്
അങ്ങനെ എരിത്രോപോയസിസ് ഇവിടെ ഫോം ആവും. എരിത്രോപോയസിസ് എന്നൊരു സ്റ്റെപ്പിലൂടെ RBC ഫോം ചെയ്യും. സോ ന്യൂ RBC അവിടെ ഫോം ആയി. ഇനി നമുക്ക് ഒരാളും കൂടെ നമ്മുടെ ലിവറിൽ കിടപ്പുണ്ട്, വിച്ച് ഇസ് കോൾഡ് ബിലിറൂബിൻ. ബിലിറൂബിന് നമുക്ക് ഒരു ആവശ്യമില്ല. സോ ആവശ്യമില്ലാത്ത സാധനങ്ങളെ നമ്മൾ കിഡ്നി വേസ്റ്റ് ആക്കി അത് പുറത്തോട്ട് കളയും. സോ ബിലിറൂബിൻ ആദ്യം നമ്മുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വരും. നമുക്ക് നോക്കാം ഇനി ബിലിറൂബിൻ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡൈജസ്റ്റ് ആയി പോകണേന്ന് നോക്കാം. സോ അങ്ങനെ നമ്മുടെ ബിലിറൂബിൻ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് വരാൻ പോവാണ്. അങ്ങനെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ ബിലിറൂബിൻ കയറി അവിടെ കുറച്ച് ബാക്ടീരിയൽ ആക്ഷൻസ് സംഭവിച്ച് ബിലിറൂബിൻ കൺവേർട്ട് ചെയ്യുവാണ് യൂറോബിലിനോജനായിട്ട്. യൂറോബിലിനോജനായിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം അവൻ സ്റ്റെർക്കോബിലിനായിട്ട് കൺവേർട്ടഡ് ആവും. സ്റ്റെർക്കോബിലിൻ അപ്പൊ ഇനി ഇത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് വന്നു. കുറെ ഞാനതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വലിയ പ്രോസസ് ആയിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുക. ബിലിറൂബിൻ യൂറോബിലിനോജനായി ഇൻ ദ പ്രസൻസ് ഓഫ് ബാക്ടീരിയൽ ആക്ഷൻസ് വഴി അങ്ങനെ സ്റ്റെർക്കോബിലിനായി. സ്റ്റെർക്കോബിലിൻ ആണ്. സ്റ്റെർക്കോബിലിൻ ഫീക്കസ് ആയിട്ട് മാറി, ലാർജ് ഇൻറ്റെസ്റ്റൈൻ ചെന്ന് ഫീക്കസ് ആയി മാറി, അത് റിലീസ്ഡ് ആയി. ഇനി കുറച്ച് ബിലിറൂബിൻസ് കിഡ്നിയിലേക്ക് വരും. സോ കുറച്ച് പേര് കറങ്ങി തിരിഞ്ഞ് കിഡ്നിയിലെത്തും. കിഡ്നിയിൽ നിന്ന് ബിലിറൂബിൻ എത്തിയതിനു ശേഷം അത് യൂറിനായിട്ട് പുറത്തോട്ട് പോകും. സോ ഫീക്കസും യൂറിനുമായിട്ട് കുറച്ച് പേര് പോകും. സോ ദാറ്റ്സ് വൈ യൂറിന് യെല്ലോ കളർ കാരണം ബിലിറൂബിന്റെ പ്രസൻസ് ആണ് യെല്ലോ കളറിന് കാരണം. സോ അതാണ് നമ്മുടെ ഫേറ്റ് ഓഫ് RBC. ഫസ്റ്റ് ലിവറിലായിരുന്നു അത് ഡിഗ്രേഡ് ആയത്, നേരെ ലിവറിൽ വന്നു. ലിവറിലെ കുറച്ച് അയണുകൾ നേരെ ബോൺ മാരോയിലോട്ട് പോയി. ആവശ്യമില്ലാതെ കിടന്ന ബിലിറൂബിൻ നേരെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വന്നു. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ കുറച്ച് പേര് പോയി ഫീക്കസ് ആയി പോയി. കുറച്ച് പേര് കിഡ്നി വന്ന് യൂറിനായിട്ട് പുറത്തോട്ട് പോയി. സോ ദാറ്റ്സ് ഓൾ ഓൺ ഫേറ്റ് ഓഫ് RBC. So thank you for watching and bye guys.